നമസ്കാരം. ഫോളിക്കുലർ തൈറോയിഡ് കാർസിനോമയുടെ 5ാം ഭാഗം വീഡിയോ ആണിത്. അപ്പോൾ മൊത്തം 5 ഭാഗമുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലേ പേഷ്യൻസിന് നിങ്ങളുടെ അസുഖത്തിനെ പറ്റിയും ഹോസ്പിറ്റലിൽ അവർ എന്തൊക്കെ ചെയ്യാൻ പോകുന്ന ഐഡിയ കിട്ടത്തുള്ളൂ. അതുപോലെ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നൊരു ക്ലിയർ കട്ട് ഐഡിയ അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഇത് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്തൊക്കെ ചെയ്യണം, അതിനുള്ള ഇതാണ്. അപ്പോൾ കഴുത്തിൽ വീണ്ടും ഒരു കട്ടിയായിട്ട് ആയിരിക്കത്തില്ല ഈ ക്യാൻസർ തിരിച്ചു വരുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രീറ്റ് ചെയ്ത ക്യാൻസർ സെൻറ്റർ അല്ലെങ്കിൽ ഓങ്കോളജി സെൻറ്ററിൽ തന്നെ ഈ ടെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ ഈ പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തൈറോഗ്ലോബുലിൻ, T3, T4, TSH, സിറം കാൽഷ്യം അയണൈസ്ഡ് ആൻഡ് കറക്റ്റഡ്, സിറം ഫോസ്ഫറസ്, സിറം മെഗ്നീഷ്യം. അപ്പോൾ ഇതിനകത്ത് അഥവാ സിറം തൈറോഗ്ലോബുലിൻ്റെ അളവ് കൂടുവാണെങ്കിൽ അത് ക്യാൻസർ തിരിച്ചു വരുന്നൊരു മുന്നോടിയാണെന്ന് അർത്ഥം. അങ്ങനെ ആണെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് തുടങ്ങും. അതിനകത്ത് സംശയം വന്നു കഴിഞ്ഞാൽ ഒരു MRI സ്കാൻ എടുക്കും. അതിനകത്ത് T2 വെയ്റ്റഡ് ഇമേജസ് നമുക്ക് അറിയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എക്സാക്റ്റായിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പാർട്ട് 4 പറഞ്ഞ പോലെ അയോഡിൻ സ്കിൻഡിഗ്രാഫി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊടുത്തിട്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു പെറ്റ് സ്കാൻ ചെയ്യും. അത് അവിടെ കഴുത്തിൽ മാത്രമാണോ വേറെ എവിടെയെങ്കിലും പടർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഇത് കൂടാതെ മോളിക്കുലർ സ്റ്റഡീസും ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസും വേണ്ടി വരും. ഇപ്പം ഈ സ്കാൻ സിൻഡിഗ്രാഫി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അയോഡിൻ ആയിരിക്കാം, താലിയം ആയിരിക്കാം, സിസ്റ്റാമിക് സ്കാൻ ആയിരിക്കാം, ടെട്രോഫോർമിൻ സ്കാൻസ് ആയിരിക്കാം. ഈ ടെട്രോഫോർമിൻ സ്കാൻ ആണ് ഇപ്പോഴത്തെ പുതിയത്. പറയാൻ കാര്യം എന്ന് വെച്ചാൽ അയോഡിൻ സ്കാനിൽ ചിലപ്പം ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാൻസർ തിരിച്ചു വന്ന ക്യാൻസർ സെൽസ് അതിൻ്റെ രീതി മാറ്റി വേറെ ടൈപ്പ് സെൽ, അയോഡിൻ എടുക്കാത്ത ടൈപ്പ് സെല്ലാണെങ്കിൽ അയോഡിൻ കൊടുത്താൽ പോലും ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും ആ ക്യാൻസർ എടുക്കത്തില്ല. അയോഡിന് എടുത്താലേ ടെസ്റ്റിൽ അറിയത്തുള്ളൂ. അതുകൊണ്ട് ടെട്രമോർഫിൻ സ്കാൻ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അത് എല്ലാ സെൻറ്ററിലും വേണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെ വരുമ്പം ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് മാറ്റുന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, അത് വീണ്ടും അയോഡിനിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയോഡിൻ്റെ ഹൈ ഡോസ് കൊടുത്ത് കരിച്ച് കളയാം. മുഴയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മുഴയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റേഡിയോ തെറപ്പി, അതായത് വെളിയിൽ നിന്ന് കറണ്ട് കൊടുത്ത് അത് ഇല്ലാതാക്കാൻ പറ്റും. ഇതിൽ നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊടുത്തിട്ട് മാറ്റുക ചെയ്യുന്നത്. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ 4ാം ഭാഗം വീഡിയോ കാണുക. അതിനകത്ത് റേഡിയോ അബ്ലേഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണമെന്നും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ പ്രിക്കോഷൻസ് ചെയ്യാൻ പാടില്ല, ഡൂസ് ആൻഡ് ഡോൺസ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് റിക്കറൻസ് ഉണ്ടെങ്കിൽ, ക്യാൻസർ തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.